ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അതിരപ്പള്ളിയുടെ പോയിട്ട് വരുന്ന വഴിയുള്ള ബാക്കി വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പോയിട്ട് വരുന്ന വഴി തുമ്പൂർ മൊഴി ഗാർഡനിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി, എൻട്രൻസിൽ ടിക്കറ്റൊക്കെ എടുത്തു. കണ്ടോ, അവിടെ ഒരു ബസ് കിടക്കുന്നുണ്ടോ? നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണത്. നമ്മുടെ അതിരപ്പള്ളിയുടെയും തുമ്പൂർ മൊഴിയുടെയൊക്കെ ആ കാടിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു തരാനായിട്ട്, വിനോദസഞ്ചാരികളെ കാണിക്കാനായിട്ടുള്ള, കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബസ്സാണ് അത് കേട്ടോ. കണ്ടോ, അതിൻ്റെ അങ്ങോട്ടേക്ക് പാലമൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് പോകാനായിട്ട് പാലമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബൈക്ക് കയറ്റും കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്താണ് പാർക്കിംഗ് വരുന്നത്, ഗേറ്റിൻ്റെ പുറത്തല്ല, അകത്താണ് പാർക്കിംഗ് സെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പാസ്സൊക്കെ എടുത്ത്, പാർക്കിംഗ് ഫീ 10 രൂപ വരുന്നുണ്ട്. അതൊക്കെ എടുത്ത് നമ്മളങ്ങനെ അവിടെ എത്തി. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അധികം തിരക്കൊന്നുമില്ല. അതിരപ്പള്ളിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് തിരക്കൊക്കെ വളരെ കുറവാണ്. പിന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അധികം തിരക്കോ ക്രൗഡോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ശാന്തമായിട്ടുള്ള, എന്നാൽ തന്നെ നല്ല ബ്യൂട്ടിയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇരമ്പലും ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗാർഡനും കൂടിയാണ്. കുറേ വെറൈറ്റീസ് ഓഫ് ചെടികളൊക്കെ ഉണ്ട്. നമുക്കിതാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്നാക്സും വെള്ളവും അങ്ങനെ വാങ്ങിക്കാനായിട്ടുള്ള ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് വ്യൂ ആണ് കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഇതിൻ്റെ ചുറ്റും വെള്ളമാണ്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് നല്ല അടിപൊളി വ്യൂസ് കാണാം. അപ്പോൾ ഇത് കണ്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിരപ്പള്ളി പോലെ തന്നെയാണ്, വാട്ടർഫോൾസ് അല്ല, എന്നാലും അതിരപ്പള്ളിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിരപ്പള്ളി പോകുന്നവർ എന്തായാലും ഇവിടെയും കയറണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ അതിരപ്പള്ളി വീഡിയോ നമ്മൾ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എന്തായാലും പോയി കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ വ്യൂസൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ നടക്കുവാണ്. ഇനി നമ്മളിതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോണത്. എവിടേക്കാണെന്ന് വെച്ചാൽ നമ്മുടെ തൂക്കുപാലത്തിലേക്ക്. കണ്ടോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള തൂക്കുപാലം. തൂക്കുപാലം കാണാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ മലമ്പുഴയിലല്ലേ തൂക്കുപാലം, അതേപോലെ തന്നെ സെയിം നല്ല നീട്ടമുള്ള ഒരു തൂക്കുപാലമാണ് കേട്ടോ ഇത്, ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ തുമ്പൂർ മൊഴിയെയും ഏഴാറ്റുമുഖത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഏഴാറ്റുമുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുമ്പൂർ മൊഴിയുടെ ആ ഒരു ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. തുമ്പൂർ മൊഴിയിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അറ്റം വരെ പോയിട്ട് തിരിച്ചു വരണം. അതിൻ്റെ അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഏഴാറ്റുമുഖത്തിൻ്റെ പാസ് എടുക്കണം കേട്ടോ. അതേപോലെ തന്നെയാണ് തിരിച്ചും. അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ ഇവിടെ ഈ അറ്റം വരെ പോകാൻ പറ്റുള്ളൂ. തുമ്പൂർ മൊഴിയിലോട്ട് കയറണമെങ്കിൽ തുമ്പൂർ മൊഴിയുടെ പാസ് എടുക്കണം. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പാലത്തുമ്മേന്ന് നോക്കുമ്പോൾ നമ്മളിതാ, എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചേട്ടയുടെ കൈ പിടിച്ചാണ് നടന്നത്. പിന്നെ ഫോൺ പിടിച്ച് നടക്കാനൊക്കെ എനിക്ക് ചെറിയ പേടി പോലെ തോന്നി, എന്താണെന്നറിയില്ല. അതുകൊണ്ട് ചെറുതായിട്ട് ആടുന്നൊക്കെ ഉണ്ടായിരുന്നു പാലം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം അതിൽ കൂടെയൊക്കെ നടന്നു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല സേഫുമാണ്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പാലമാണ്, നല്ല സേഫാണ്, നല്ല അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ ചുറ്റും പാലത്തുമ്മേന്ന് നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം അതിൻ്റെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞാനങ്ങനെ കുറച്ച് ചെറിയ നല്ല കാറ്റുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പേടി വന്നുകൊണ്ട് ഞാൻ പിടിച്ചൊക്കെയാണ് ഇടയ്ക്ക് നടക്കണേ. അങ്ങനെ നമ്മൾ ഈ പാലത്തുമ്മ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറേ നേരം കുറേ സീനറികളൊക്കെ ആസ്വദിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഒരുമിച്ച് ഒരേ സമയം നമുക്ക് ഇതിന് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ളൊരു പാലമാണ്. അങ്ങനെ നമ്മൾ നടന്ന് പാലത്തിൻ്റെ ഇപ്പുറത്തെ അറ്റത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പാലത്തിൻ്റെ എൻഡിങ് വരുന്നത്. പാലത്തുമ്പോൾ നല്ല കാറ്റായിരുന്നു, പക്ഷേ ഇവിടെ ഒട്ടും കാറ്റില്ല. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തോന്നിയത്. അവിടുത്തെ കാറ്റ് ഇവിടെ ഒട്ടുമില്ല, അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ നമ്മളിതേ കണ്ടു, ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം വ്യൂ വരുന്നത്. ഇങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഏഴാറ്റുമുഖമാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല, നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് കേട്ടോ. ഇതിവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, തുമ്പൂർ മൊഴി ടിക്കറ്റിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക്
പ്രവേശനമില്ല എന്ന്. അങ്ങനെ നമ്മൾ പാലത്തുമ്മേന്ന് തിരിച്ചിറങ്ങി നമ്മളിതാ അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിങ്ങനെ നടക്കുവാണ്. കണ്ടോ, ഇവിടെ ഫുൾ ഗാർഡൻസാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും ഒക്കെ നല്ല ബ്യൂട്ടിയാണ് കേട്ടോ. പിന്നെ ഈ ഡിസംബർ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡൻ എന്നും കൂടിയാണ് ഇതിനറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് സ്കൂളിൽ നിന്ന് ടൂറൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസാണ്. ഇത് കണ്ടോ, മണ്ഡപങ്ങളായിട്ട് നമുക്ക് ഇരിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു നല്ല ഭംഗിയില്ലേ, കേവ് ഗുഹയൊക്കെ പോലത്തെ ഒരു സ്ഥലം. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു സീനറി എൻജോയ് ചെയ്യാനുള്ള പറ്റിയൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. വാച്ച് ടവറിലേക്കാണ് കേട്ടോ. ഇത് വാച്ച് ടവറാണ്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് നോക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ മുകളിലത്തെ വ്യൂ. അതുകൊണ്ട് നമ്മൾ മുകളിലേക്കൊന്ന് കയറിപ്പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ മുകളിലേക്ക് കയറി. മുകളിലെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. താഴത്തേക്കാളും കുറച്ചും കൂടി ആൾക്കാരുണ്ട് മുകളിൽ. ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. കൊണ്ട് അവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, അടിപൊളിയല്ലേ. നല്ല ലെങ്ത്തിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഹൈറ്റിൽ കാണുമ്പോൾ കുറച്ചും കൂടി നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. കുറേ നേരം അവിടെയും നമ്മളങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞിറങ്ങി. ഇത് കണ്ടോ, കുരങ്ങൻ ഇരിക്കുന്നുണ്ട്, മങ്കി. ഇന്ന് നമ്മൾ മങ്കീസിനെ വളരെ കുറവേ കണ്ടുള്ളൂ. അല്ലെങ്കിൽ വരുമ്പോൾ കുറേ മങ്കീസിനെ കാണാറുണ്ട്. ഇന്ന് വിശന്നിട്ടാന്ന് തോന്നുന്നു, പാവയിലൊക്കെ പറിച്ച് തിന്നുവാണ്. അങ്ങനെ നമ്മൾ മങ്കീനെയൊക്കെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് ഫുള്ളായിട്ടും ഗാർഡനാണ്. നമ്മൾ പല വെറൈറ്റി ഓഫ് ചെടികൾ അവിടെ ഉണ്ട്, അവിടെ കണ്ടു കേട്ടോ. കുറേ വെറൈറ്റീസ് ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് അവിടെ. അങ്ങനെ നമ്മൾ തുമ്പൂർ മൊഴിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നിന്ന് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലോണം വിശന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൽ കയറി കേട്ടോ. നമുക്ക് അധികം കടകളൊന്നുമില്ല, ഹർത്താലായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഞാൻ കഴിച്ചത് പഴംപൊരിയും ബീഫും ആയിരുന്നു കേട്ടോ. ഞാനിതുവരെ പഴംപൊരിയും ബീഫും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് പഴംപൊരിയും ബീഫും കഴിച്ചു. ചേട്ടായാണെങ്കിൽ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് ചപ്പാത്തിയും ചിക്കൻ 65 ആയിരുന്നു പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.